സിപിഐഎമ്മിൽ കത്ത് ചോർച്ച വിവാദം. ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി അംഗം രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് നൽകിയ പരാതി കോടതിയിലെത്തിയതാണ് വിവാദമായത്. രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിൽ ഷർഷാദിന്റെ പരാതി കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്താണ് പരാതി ചോർത്തിയത് എന്ന ഗുരുതര ആരോപണവുമായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി. ചെന്നൈ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് 2021 സംസ്ഥാന മന്ത്രിമാരുടെ അടക്കം സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ആരോപിച്ച CPIM PB അംഗം അശോക് ദാവ്ളയ്ക്ക് പരാതി നൽകിയത്. പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ലണ്ടൻ പ്രതിനിധിയായി ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തി. ഇതിനെതിരെ പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് വീണ്ടും രംഗത്തെത്തിയതോടെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി പട്ടികയിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കി. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൃഷ്ണ മാനനഷ്ട കേസിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് 2021 പരാതിയും ഉൾപ്പെടുത്തിയത്. പരാതി ചോർത്തിയതിനെതിരെ മുഹമ്മദ് ഷർഷാദ് വീണ്ടും CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി. ഇതിലാണ് തന്റെ പരാതി ചോർത്തിയതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനെ സംശയിക്കുന്നതായി ഗുരുതര ആരോപണമുള്ളത്. പാർട്ടിക്ക് നൽകിയ കത്ത് രാജേഷ് കൃഷ്ണ എന്തിന് കോടതിയിൽ കൊടുത്തു എന്നറിയില്ലെന്ന് വ്യവസായി മുഹമ്മദ് ഷർഷാദ് പ്രതികരിച്ചു. ഇപ്പോൾ ആർക്കും ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു വിഷയമാണത്. എന്തിന് ഈ കംപ്ലൈൻറ്റ് കോപ്പി കോടതി കൊണ്ടുപോയി കൊടുത്തു? നിൻ്റെ കയ്യിൽ കിട്ടിയത് ഓക്കെ, നിനക്കത് വെച്ചിട്ട് കൗണ്ടർ കംപ്ലൈൻറ്റ് പ്രിപ്പയർ ചെയ്യുക കോടതി കൊടുക്കാൻ. തെളിവായിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പാർട്ടി അതിലും അത്ഭുതപ്പെടുത്തിയത് അതിലും വലിയ വിഷയം. അത് ചോർന്നെന്ന് പറഞ്ഞിട്ട് അയച്ച മെയിലും ചോർന്നു. പരാതി ചോർന്നതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണമെന്നും PB അംഗം അശോക് ദാവ്ളെ പ്രതികരിച്ചു. CPIM നേതൃത്വം ഔദ്യോഗികമായി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.